അസ്സലാമലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു ചെമ്പട്ടി നിറച്ചും നാരങ്ങയും കൊണ്ട് വന്നിക്കണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ നാരങ്ങ വെച്ച് കണ്ട് ബിരിയാണി ഒന്നല്ല കേട്ടോ വെക്കണത്. ഇന്ന് നമ്മൾ നല്ലൊരു നാരങ്ങച്ചാർ തന്നെ ആയിക്കോട്ടെ. എന്നുണ്ടല്ലോ ഇപ്പോൾ ഈ ചോറും കൂട്ടാനും വെക്കണ വീഡിയോ കണ്ട് നിങ്ങളിങ്ങനെ വെറുപ്പിച്ചണ് ഞാൻ. അപ്പം ഇന്നൊരു അച്ചാർ തന്നെ ആയിക്കോട്ടെ. അപ്പം അച്ചാർ ഞാൻ ചെമ്പട്ടിയിലിട്ടിട്ട് വെള്ളത്തിലിട്ട് കണ്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിക്കണം കേട്ടോ. അപ്പോൾ തിളപ്പിച്ചെന്ന് പറഞ്ഞാൽ വെട്ടി തിളക്കരുത് കേട്ടോ. വെള്ളം സിമ്മിലാക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഒന്ന് വേഗം കേട്ടോ. നാരങ്ങ പൊട്ടാൻ പാടില്ല. പൊട്ടുമ്പോത്തിന് നാരങ്ങ തിളച്ച വെള്ളത്തിലിട്ട് കാണാണ്ട് തിളപ്പിച്ചുമ്പോൾ നാരങ്ങ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അതിന് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ സിമ്മിലാക്കിയിട്ടാൽ ആ ചൂടുവെള്ളത്തിൽ കിടന്ന് അങ്ങനെ വെന്തോളും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താട്ടണം, നല്ലോണം ഒന്ന് അത് ഊറ്റിയെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉണങ്ങിയ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ അരിഞ്ഞിടുന്ന പാത്രം ഉണ്ടല്ലോ അതും നനവ് പാടില്ല. അതേമാതിരി നമ്മൾ തുടച്ചിടുന്ന പാത്രം ഉണ്ടല്ലോ അതും പാടില്ല, നനയാൻ പാടില്ല കേട്ടോ. നനഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് പൂക്കും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഉണങ്ങിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാനുണ്ടല്ലോ കുറേ കത്രിക എടുത്തിട്ടും കുറേ കത്തി എടുത്തിട്ടൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കജ്ജുമ്പോൾ ഒരു മുറി അയക്കണം കേട്ടോ നാരങ്ങ അരിഞ്ഞപ്പോഴേ. അപ്പോൾ ഞാനൊരു കവർ ഇട്ടിക്കാണ് കജ്ജമ്മ. കാരണം ഈ നാരങ്ങൻ്റെ നീരായി കഴിഞ്ഞാൽ നല്ലൊരു നീറ്റലാണല്ലേ കജ്ജിന്. അപ്പോൾ അങ്ങനെ നമ്മൾ നാരങ്ങയൊക്കെ അതാക്കണ് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണം ആ പാത്രത്തിൽ നിന്ന് വലിയൊരു ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ നാരങ്ങ അരിഞ്ഞ് വെച്ചത് തലേന്നാണ് കേട്ടോ. ഞാൻ പിറ്റേന്നാണ് ഇനി അച്ചാർ ഇടാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താട്ടും കുറച്ച് ഉപ്പ് അതിക്കിട്ട് കാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെന്തിനാ വെച്ചാൽ നമ്മളെ നാരങ്ങമ്മലൊക്കെ ഉണ്ടല്ലോ ഉപ്പ് നല്ലോണം പിടിച്ചിട്ട് അച്ചാർ നല്ലൊരു രസീക്കാരം. അപ്പോൾ നമ്മൾ ഈ ഇളക്കണ കയ്യിലുണ്ടല്ലോ തവി അയിമലും പിന്നെ വെള്ളത്തിൻ്റെ നനവുണ്ടാകാൻ പാടില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ എയിമലും വെള്ളത്തിൻ്റെ നനവുണ്ടാകരുത്. നനവുണ്ടായി കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് പൂക്കും. അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിക്കണം. അപ്പം ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം ഇനി ഇപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അച്ചാർ ഇടുമ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതാവുമ്പോൾ നമ്മൾ നാരങ്ങമലൊക്കെ അച്ചാർ പിടിച്ചോളൂ കേട്ടോ. അല്ല നാരങ്ങമലൊക്കെ നമ്മൾ ഉപ്പ് പിടിച്ചോളൂ കേട്ടോ അച്ചാറിടുമ്പോൾ. പറയുമ്പോൾ കുറേ പേവൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ ക്ഷമിച്ചാളി. ഇതപ്പോൾ കണ്ടില്ലേ നമ്മളെ നാരങ്ങ കണ്ടല്ലോ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായി സെറ്റായി വന്നിക്കണേ. അപ്പം എന്താ ഇങ്ങനെ വന്നിക്കണം. അപ്പോൾ ഞാനിത് പിറ്റേന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്പട്ടിയിലാണ് കേട്ടോ ഞാൻ അച്ചാറിടുന്നത്. ഞാൻ ചീനച്ചട്ടിയിലിടാൻ പിന്നെ കുറച്ച് തോനെ നാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ ആ ചട്ടിയിൽ കൊള്ളൂല. അപ്പോൾ ഞാൻ എന്താട്ടി ചെമ്പട്ടിയിലിടുന്നത്. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ ഏറ്റവും നല്ലത് നമുക്ക് നമ്മളെ സ്വർണ്ണം നല്ലെണ്ണയാണ് കേട്ടോ. അച്ചാറിടാൻ നല്ലത് എണ്ണയാണ്. അപ്പോൾ എണ്ണയിൽ നമ്മൾ അച്ചാറിട്ടാൽ കുറേ കാലം കേടരാതെയൊക്കെ നിൽക്കും കേട്ടോ. പൂക്കൊന്നുമില്ല, പെട്ടെന്ന് പൂക്കൊന്നുമില്ല അച്ചാർ. അങ്ങനെ നമ്മൾ എത്ര എണ്ണ പാരുന്നതെന്നൊന്നും ഇപ്പോൾ ഞാൻ അളവൊന്നും ഞാൻ പറയണില്ല. ഞാനൊരു കമ്മട്ടാണ് പാരലാണ് കേട്ടോ. പാരും വെച്ച് തോന്നും ഇതുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് ഉലുവയും കടുകും എടുത്തുക്കണേ, രണ്ടും ഒപ്പാണ് കേട്ടോ എടുത്തുക്കണത്. എന്നിട്ട് പിന്നെ പച്ചമുളകുണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ നടുക്ക് ഇങ്ങോട്ട് കീറിക്കൊന്നുമില്ല, ഒന്നിങ്ങോട്ട് ഓട്ടത്തി കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഓട്ട കുത്താഞ്ഞാൽ ചിലപ്പം നമ്മളെ എണ്ണയ്ക്ക് ഇടുമ്പോൾ നമ്മളെ മുളകൊന്ന് പൊട്ടിത്തെറിച്ചു പോയി. അപ്പോൾ അതിനാണ് ഞാൻ ഓട്ടത്തി കൊടുത്തിക്കണത്. പിന്നെ നമ്മൾ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടുക്കണം കേട്ടോ. ഒരു 3-4 പോണ വെളുത്തുള്ളി എടുത്തുക്കണം കേട്ടോ ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഉണ്ടല്ലോ നമുക്ക് അത് ഇങ്ങോട്ടൊരു വാടി വരൂലേ, ഒരു കളർ മാറ്റം വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതാക്കണം. ഒന്നിങ്ങോട്ട് ഇങ്ങനെ കളറ് മാറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇഞ്ഞേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി തന്നെ ഞാൻ ഒരു കുറച്ച് വലിയൊരു കഷ്ണം തന്നെ എടുത്തുക്കണം കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുക്കണേ. അപ്പം അങ്ങനെ നമ്മൾ അതും കൂടി നല്ലോണം ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാക്കണേ മുളക് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഞാൻ മുളക് പറഞ്ഞില്ലേ അതേമാതിരി ഇട്ടിക്കാണ്. ഇനി പെണ്ണി കടന്ന് കാണ്ടൊക്കെ ഒന്ന് വാടും. അപ്പം തന്നെ അത് ഇങ്ങനെ പൊട്ടൽ തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ടിക്കണേ. അതൊന്നും ഇങ്ങോട്ട് വാടി വരട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് അതിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറും പൊടി എടുത്ത് വെച്ചിക്കണേ.
അപ്പോൾ അച്ചാറും പൊടി കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ മുളകും പൊടി കുറച്ച് തോനെ ഇടും കേട്ടോ. അച്ചാറല്ലേ, അച്ചാറാകുമ്പോൾ നല്ലൊരു എരിവും പുളിയൊക്കെ വേണമല്ലോ. ഒരു വട്ടം അച്ചാർ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം മാങ്ങാൻ പൂതിയാണ്, അത്രത്തോളം എരുമാണ്. അച്ചാറാകുമ്പോൾ കുറച്ച് എരും പുളിയൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ചെറിയൊരു സ്പൂണാണ്, അതിനൊരു സ്പൂണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എരിവില്ല മുളക് തന്നെയാണ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അച്ചാറും പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ ഒരു 2.5 സ്പൂണായിട്ട് ഞാൻ മുളകും പൊടി ഇട്ടിക്കണേ. അപ്പം എരിവൊക്കെ അത്യാവശ്യം എരിവ് വേണമെന്നില്ലവർക്ക് ഇങ്ങനെ മുളകും പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ നല്ല എരിവും പുളിയൊക്കെ വേണം, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ മുളക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടല്ലേ, അതിനനുസരിച്ചില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ നാരങ്ങയിൽ ഇന്നലെ കുറച്ച് ഉപ്പിട്ട് വെച്ചതാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി. നാരങ്ങയിലൊക്കെ പിന്നെ എത്ര ഉപ്പിട്ടാലും ഇട്ടുകണെന്ന് തോന്നില്ല, കാരണം ഒരു കയ്പ്പുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഈ അച്ചാർ ഇട്ട് അന്ന് തന്നെ തിന്നാൻ രസമൊന്നും ഉണ്ടാവില്ല, ഒരു 2-3-4 ദിവസം കഴിഞ്ഞാണ്ടല്ലോ അപ്പോഴേക്കാരം നമ്മളെ നാരങ്ങ അച്ചാർ തിന്നാൻ രസം കേട്ടോ. അങ്ങനെ നമ്മളെ നാരങ്ങയൊക്കെ ഉണ്ടല്ലോ ആ ഇതിൽ കിട്ടണം കേട്ടോ. അപ്പം മുളകും പൊടി കരിയാതെ നോക്കിക്കോളണ്ടി, കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിന് ഒരു കരിഞ്ഞൊരു ഒരു കയ്പ്പ് രസേക്കാരം. അപ്പം മുളകും പൊടി ഒന്നും കരിയരുത്. പിന്നെ ഞാൻ അതിക്ക് ഇതാക്കണത് 2 സ്പൂണ് 2-2.5 സ്പൂണൊക്കെ ആയിട്ട് പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പഞ്ചാരയും ഒന്ന് അരിയട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിക്ക് ഒരു തുള്ളി സുർക്ക പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നാരങ്ങ ആകുമ്പോൾ കുറച്ച് സുർക്ക മതി, കാരണം നമ്മളെ നാരങ്ങ തന്നെ നല്ല പുളിയാണല്ലോ. അപ്പോൾ കുറേ സുർക്ക പാരേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ കുറച്ച് സുർക്കയും പാർന്നിക്കണേ. പിന്നെ അച്ചാറാകുമ്പോൾ സുർക്ക പാരാഞ്ഞാലും പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ സുർക്കയും പാർന്ന് പഞ്ചാര ഇട്ടു, നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തള വരുന്നതിനോട് കൂടി നമുക്ക് ഓഫാകട്ടോ. ഇന്നാൾ ഞാനൊരു അച്ചാറിട്ട് മക്കളെ നാരങ്ങ അച്ചാറിട്ടപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല കയ്പേനി അച്ചാറിന്. അപ്പോൾ നമ്മൾ മൂത്തച്ചി താത്ത പറഞ്ഞ നാരങ്ങ ഇട്ടുകാണ്ട് തിളപ്പിച്ചരുത് തരി, അപ്പോൾ കഴിച്ചും പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ തിളപ്പിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അച്ചാറും പൊടി ഉണ്ടായിനല്ലോ, അച്ചാറും പൊടി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അച്ചാറും പൊടി ലാസ്റ്റ് ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഒരു ചൂരും മണമൊക്കെ നമ്മൾ അച്ചാറിനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ തിളച്ച് ഇതാകുമ്പോഴത്തേന് അതിൻ്റെ മണവും ചൂരൊക്കെ പോകും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തള വരട്ടെ, അതോടുകൂടി നമുക്ക് നമ്മളെ അച്ചാറിൻ്റെ തിജ്ജാണ്ട് ഓഫാക്കട്ടോ. അപ്പോൾ കണ്ടില്ലേ താളയൊക്കെ വന്നിക്കണേ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഞാൻ ഒരു പാക്ക് അച്ചാറും പൊടിയാണ്, ഒരു അരപ്പാക്കേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒക്കെ ഇട്ടിട്ടില്ല. നല്ല എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടില്ല, നല്ല നമ്മൾ അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പിറ്റേന്നല്ല തണുത്തതിന് ശേഷം ഞാൻ എന്താട്ടി കുപ്പിക്കാക്കാണ്. നല്ല കുറുന്നനായിട്ടില്ല നമ്മളെ നാരങ്ങ അച്ചാർ റെഡി ആയിക്കണേ. ഇനി മാണ്ടിയോർക്ക് അതിക്ക് സുർക്കയൊക്കെ പാർന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ സുർക്ക പാരുന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ചെറിയൊരു കുപ്പിയിലും വലിയൊരു കുപ്പിയിലാണ് ആക്കിയെടുക്കണത്. അപ്പം വലിയ കുപ്പിക്ക് ഇപ്പം ഞാൻ സുർക്ക പാരുന്നില്ല, ഇനി ചെറിയ കുപ്പിക്ക് ആക്കുമ്പോൾ കുറച്ച് സുർക്കയൊക്കെ പാർന്നിട്ടാണ് എടുക്കണം കേട്ടോ. ചെറിയ കുപ്പി നമുക്ക് ഇപ്പം എടുക്കാം, അപ്പോൾ വലിയ കുപ്പി നമ്മൾ എടുത്ത് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ അച്ചാറൊക്കെ ആക്കി. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.